സിനിമയും രാഷ്ട്രീയവും പ്രശസ്തിയുടെ ഭാഗങ്ങൾ തന്നെയാണ്. അതിലൊരു നടനാണെങ്കിൽ അയാൾക്ക് സംവിധായകനാകാൻ മോഹമുണ്ടായിരിക്കും, സംവിധായകനാണെങ്കിൽ നടനാവാനും മോഹമുണ്ടായിരിക്കും. അപ്പോൾ ഈ സിനിമകൾ പരിശോധിച്ചാൽ ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, രാഷ്ട്രീയക്കാർക്കും ഇത്രയും വലിയ രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു ചെറിയ റോളിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടായിരിക്കും. ഇവിടെ ഒരു നടൻ എങ്ങനെ നിർമ്മാതാവായി, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമയെ രണ്ട് തരത്തിലാണ് നമ്മളിപ്പോൾ മാറ്റി നിർത്തുന്നത്. ഒന്ന്, കാശ് കിട്ടണം, രണ്ട്, പേര് കിട്ടണം. അതിനിടയിൽ എന്നാൽ നല്ല സിനിമയായിരിക്കണം, നല്ല റോള് കിട്ടണം, പക്ഷെ ആ പടം ഓടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാരും ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഈ അമ്പ് തൊയ്തിട്ടുള്ളത്? അയ്യോ, ഞാൻ അടൂർ ഗോപാലകൃഷ്ണനെക്കുറിച്ചല്ല, അതാദ്യം പറയാം. നിങ്ങൾ പറയണം അങ്ങനെ തന്നെയാണത്. അടൂർ ഗോപാലകൃഷ്ണൻ നല്ല പടങ്ങൾ ചെയ്താണ്, ലോക പ്രശസ്തനാണ്, അദ്ദേഹത്തിൻ്റെ പടം ഓടിയിട്ടില്ല എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ പറയുന്നില്ല. അടൂർ ഗോപാലകൃഷ്ണൻ്റെ കാര്യമേ ഞാൻ പറയുന്നില്ല. പകരം ഞാനിവിടെ പറയാവുന്നത് ടി വി ചന്ദ്രനെ കുറിച്ചാണ്. അപ്പോൾ ടി വി ചന്ദ്രനെ കുറിച്ച് പറയുമ്പോഴോ, ടി വി ചന്ദ്രൻ്റെ സിനിമകൾ വ്യത്യസ്തമാണ്. ടി വി ചന്ദ്രൻ പ്രശസ്തമായ മിക്ക നടന്മാരെയും തൻ്റെ പടത്തിലൂടെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അയാളുടെ രീതി, നിങ്ങൾ ടി വി ചന്ദ്രനെ അറിയുന്നത് ഒരു നല്ല സംവിധായക നിലയ്ക്കാണ്. പക്ഷേ ടി വി ചന്ദ്രൻ ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പടം നിങ്ങളിപ്പോൾ കണ്ടൊന്നുമല്ല, കബനി നദി ചുവന്നപ്പോൾ. സത്യത്തിൽ യുവാക്കൾ, അന്നത്തെ യുവകൾക്ക് ഹരമായിരുന്നു. ഞങ്ങളൊക്കെ ആ പടം കാണാൻ വേണ്ടി മാത്രമല്ല, അങ്ങനൊരു ആവേശമുണ്ട്, അത്തരം ഒരു ചിന്താഗതിയോടുള്ളൊരു ആവേശമുണ്ട്. ആ ചിന്താഗതിക്ക് രാജ്യത്തെ മോചിപ്പിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്നു. നടന്നില്ല, നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ കാലഘട്ടത്തിലാണ് ടി വി ചന്ദ്രൻ മെലിഞ്ഞൊരാൾ അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. അത് സംവിധാനം ചെയ്തോ, എതിർപ്പിൻ്റെ ശബ്ദം എപ്പോഴും പറയുന്ന, നല്ല സിനിമകൾ തന്നെ നിർമ്മിച്ചിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള PM ബക്കറാണ്. അപ്പം നിർമ്മാതാവ് വേണ്ടേ? നിർമ്മാതാവ് പ്രശസ്തനായ നമ്മുടെ മലയാള സംവിധായകൻ പവിത്രനാണ്. പവിത്രൻ എന്നും നല്ലതിൻ്റെ പുറകെ പോയിട്ടുള്ളൂ. പിന്നെ ആളുടെ ഡേറ്റ് കിട്ടണമെന്ന് വെച്ചാൽ അയാളുടെ പുറകെ പോവില്ല. അതാണ് പവിത്രൻ. കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പവിത്രൻ്റെ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന, എൻ്റെ മനസ്സിൽ എനിക്ക് ഇപ്പോഴും ഇഷ്ടപ്പെട്ടുള്ള പടം ഉപ്പ് എന്നുള്ള സിനിമയാണ് ഞാനിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. വേറെ മമ്മൂട്ടി വെച്ചോ കുറേ MT സ്ക്രിപ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്ക് ഇഷ്ടം ആ ഉപ്പാണത്. അപ്പോൾ അങ്ങനെയുള്ള ടീം ഇപ്പോൾ നമ്മളെ അടുത്ത് പോരാ, ഈ പവിത്രനും ഇല്ല, ബക്കർജി ഇല്ല, രണ്ടുപേരുമില്ല. അപ്പം ചില നടന്മാർക്ക്, നല്ല നടന്മാർക്ക്, പോപ്പുലറായ നടന്മാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, ഇന്ന സിനിമയിൽ, ഇന്ന സംവിധായകൻ്റെ സിനിമയിൽ ഒന്ന് അഭിനയിച്ചാൽ കൊള്ളാം. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ പേര് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാലും പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അടൂരിൻ്റെ പടത്തിൽ ഒരു സീനിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും നടനുണ്ടായിട്ടുണ്ടോ? ഇപ്പം മമ്മൂട്ടി കഥയും എല്ലാം ചോദിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കഥ ചോദിച്ചിട്ടാണോ, സീൻ ചോദിച്ചിട്ടാണോ, പ്രതിഫലം ചോദിച്ചിട്ടാണ്? ഇതൊന്നും ചോദിക്കില്ല. എല്ലാം കൊടുത്താൽ മേടിക്കും, കൊടുത്തില്ലെങ്കിൽ മേടിക്കില്ല. അങ്ങനെ. എന്നാലും ഇന്ന ആളുടെ പടത്തിൽ അഭിനയിച്ചു, അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചു, അരവിന്ദൻ്റെ പടത്തിൽ അഭിനയിച്ചു, KS സേതുമാൻ്റെ പടത്തിൽ അഭിനയിച്ചു, ഷാജി അൻകറിൻ്റെ പടത്തിൽ അഭിനയിച്ചു, ശ്യാം പ്രസാദിൻ്റെ പടത്തിൽ അഭിനയിച്ചു. അങ്ങനെ കുറേ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഭരതൻ്റെ പടത്തിൽ അഭിനയിച്ചു, ഇങ്ങനെ അറിയപ്പെടുന്ന സംവിധായകർ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മുടെ ദിലീപ് അറിയാലോ, ദിലീപ് മിമിക്രി കളിച്ച് നടന്നിരുന്ന ഒരു പയ്യനാണത്. ആ പയ്യൻ ഇപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ട് വളർന്ന് കുന്തിരിച്ചു, സിനിമയിലൊരു മുഖ്യ ആകർഷണ കേന്ദ്രമായി മാറിയപ്പോൾ സിനിമകളെല്ലാം ഹിറ്റായി പോയിട്ടുണ്ട്, കാശും വരുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ആഗ്രഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിക്കണം, ടി വി ചന്ദ്രൻ്റെ പടത്തിൽ അഭിനയിക്കണം, ഷാജി അൻകറിൻ്റെ പടത്തിൽ അഭിനയിക്കണം, ശ്യാം പ്രസാദിൻ്റെ, അങ്ങനെ കുറേ അതായത് നോട്ടബിൾ ആയിട്ടുള്ള സംവിധായകർ. അവരെ പടങ്ങൾ ഓടിയില്ലെങ്കിലും ആ പടങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെടണം, നല്ല നടനുള്ള അവാർഡ് കിട്ടാം, നല്ല പടത്തിനുള്ള അവാർഡ് കിട്ടാം, എന്നാലും ഇന്ന ആളുടെ പടത്തിൽ അഭിനയിച്ചു എന്ന് പറയുന്നൊരു അഭിമാനമുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ പടത്തിൽ ദിലീപിന് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഒന്ന് ഷാജി അൻകറിൻ്റെ പടത്തിൽ അഭിനയിക്കാനും പറ്റിയിട്ടില്ല, ശ്യാം പ്രസാദിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അടൂരിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ടി വി ചന്ദ്രൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ടി വി ചന്ദ്രൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോയൊരു സംഭവമാണ് പറയുന്നത്. ടി വിയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് എനിക്ക് നിങ്ങളുടെ പടത്തിലൊരു സീനായാലും അഭിനയിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്.
അതിനെന്താ, നമുക്ക് പറ്റിയ റോള് വരുമ്പോൾ നോക്കാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ടി വി ചന്ദ്രൻ അങ്ങനെ തുടർച്ചയായിട്ട് പടം എടുക്കുന്ന ആളുമല്ല. ഒരു പടം കഴിഞ്ഞു, ആ പടം മറക്കും. പിന്നെ ആ പടം മറന്നിട്ട് മറ്റ് ജോലികളിൽ ഏർപ്പെടും. എന്നിട്ടാണ് വീണ്ടും പടത്തിലേക്ക് വരിക. ആ പടം വിജയിക്കുമോ പരാജയപ്പെടുമോ ഓടുമോ ഓടാതിരിക്കുമോ ഇതൊന്നും ടി വി ചാനലിൻ്റെ ലിസ്റ്റിൽ പെട്ടിട്ടുള്ളതല്ല. താൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചെയ്തു. അതിന് റിസൾട്ട് തരേണ്ടതും തരാതിരിക്കേണ്ടതും പ്രേക്ഷകരാണ്. ആ പക്ഷക്കാരനാണ് ടി വി. അപ്പോൾ അങ്ങനെ മറ്റൊരു ദിവസം ദിലീപ് വീണ്ടും വിളിച്ചു, ചന്ദ്രേട്ടാ ഒരു പടം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്കിപ്പോൾ. കാരണം അത് വേറൊന്നൊന്നല്ല, ഈ അവാർഡൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്ന സമയമാണ്. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊക്കെ വരികയാണ്. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ പടത്താണ് വേറെ ഇല്ല എന്നറിഞ്ഞു. മറ്റുള്ളവരുടെ പടങ്ങൾ വരണം കുറവാണ്. ഒരു പടം നമുക്ക് ചെയ്യണ്ടേ, ആലോചിക്കാം. ഞാനൊരു കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കഥയുണ്ടാക്കി ദിലീപിനെ വിളിച്ച് പറഞ്ഞു, ദിലീപ് നമുക്കൊരു പടം ചെയ്യാം, നല്ല സബ്ജക്റ്റാണ്. അപ്പോൾ സബ്ജക്റ്റ് പറഞ്ഞു വെച്ചാൽ വേറൊന്നുമില്ല, ഇത് ഗുജറാത്ത് ബേസ് ഉള്ളൊരു കഥയാണ്. നായകൻ ആദ്യമേ തന്നെ ആത്മഹത്യ ചെയ്യാണ്. ഫ്ലാഷ് ബാക്ക് പോകുന്നു. ഈ നായകൻ്റെ പ്രതിസുത വധു ഈ മരണം അന്വേഷിച്ച് പോകുന്നു. ഇതാണ് സംഭവം. ദിലീപിന് ഇഷ്ടമായി. കാരണം ആ നായകൻ ആദ്യം മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ ഇത് പോകും. അത് സമ്മതിക്കായി. പക്ഷെ വേറെ ഇതിൽ പ്രൊഡ്യൂസർമാരെ കിട്ടിയില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ടി വി പറഞ്ഞു, ദിലീപെ കുറച്ച് നീണ്ടു പോകും. കാരണം നമുക്ക് ഇതിന് ഇത്തരം പടങ്ങൾക്ക് ഒരു പ്രൊഡ്യൂസറെ കിട്ടാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ്. കാരണം അവരെപ്പോഴും ലാഭമാണ് നോക്കുക. ഇത് ലാഭം പോയിട്ട് എൻ്റെ ഈ പടം ചിലപ്പോൾ മുതൽ പോലും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ അറിഞ്ഞ് വരണ്ടേ. അപ്പോൾ ദിലീപ് പറഞ്ഞു, നമുക്ക് ഉള്ളിൽ സമയമില്ല, ഒരു കാര്യം ചെയ്യും, ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ദിലീപ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് രണ്ട് ഉദ്ദേശമുണ്ട്. കാരണം ആ പടം ഈ മത്സരത്തിന് മുമ്പ് ഇത് സെൻസർ ചെയ്യണം. ആ സെൻസർ ചെയ്തിട്ട് ഈ പടം മത്സരത്തിന് അയക്കണം. ഇതൊക്കെയാണ് ദിലീപിൻ്റെ മനസ്സിലുള്ളത്. കാരണം ഒരു നാഷണൽ അവാർഡിൻ്റെ സ്വപ്നം. നാഷണൽ അവാർഡ് എല്ലാവർക്കും കിട്ടുന്നതല്ല, എന്നാലും ദിലീപും ആഗ്രഹിച്ചൊരു നാഷണൽ അവാർഡ് വേണമെന്നുള്ളത്. പടം ഷൂട്ടിങ്ങിനൊക്കെ ഞാൻ പോയിട്ടാണ്. ആ ഷൂട്ടിങ്ങിനിടയിൽ ഞങ്ങൾ തമ്മിൽ നിന്ന് ഇടഞ്ഞു, ചന്ദ്രനായിട്ട് ഇടഞ്ഞു. അത് എൻ്റെ നേച്ചറും അവരുടെ നേച്ചറും അങ്ങനെയാണത്. ആ ഇടച്ചിൽ അവരെന്ന അഭിനേതാവ്, അവരെന്ന സംവിധായകൻ, ഞാനെന്ന മാധ്യമപ്രതി, ഇത്രയേ ഉള്ളൂ. രണ്ട് വ്യക്തി പരമായിട്ട് അകച്ചൊന്നുണ്ടായിട്ടില്ല. അപ്പോൾ ആ പടം നല്ല രീതിയിൽ നല്ല അഭിപ്രായം കിട്ടിയൊരു പടമാണ് ശരിക്കും. പക്ഷെ അത് വിചാരിച്ച രീതിയിൽ കളക്ട് ചെയ്തില്ല. ഈ കളക്ട് ചെയ്തില്ല എന്ന് പോട്ടെ, ദിലീപ് ആഗ്രഹിച്ച പോലെ നല്ല നടനുള്ള അവാർഡ് കിട്ടിയില്ല. ആ ഒരു വിഷമം ദിലീപിനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീപ് വേറെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അടൂർ ഘോഷിൻ്റെ പടത്തിലും മാറി. ഇനിയും എന്നുള്ള പടം അടൂർ ഘോഷ് ചെയ്തതാണത്. അതിൽ അടൂർ ഘോഷിൻ്റെ ആ പടത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് ശരിക്ക് ദിലീപ് തന്നെയാണത്. കാവ്യ മാധവനും ദിലീപും അഭിനയിച്ചു. അത് ഈ കേസൊക്കെ ഇങ്ങനെയായിട്ട് ഒതുക്കിയ സമയത്താണ്. അപ്പോൾ അടൂരിൻ്റെ പടം ശ്രദ്ധിക്കപ്പെടാൻ ലോക പ്രശസ്തനാണ്, എന്തായാലും അവാർഡ് ഉറപ്പാണ്. അങ്ങനെയുള്ളതാണത്. മാത്രമല്ല കുറച്ച് സ്വാധീനമുള്ള ഒരാളാണ്. അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞെങ്കിലും അത് ഒന്ന് വെച്ചാൽ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഏറ്റവും മോശം പടങ്ങളിൽ ഒന്നായി മാറിയതെന്നുള്ളതാണ്. അടൂരിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം എന്തെങ്കിലും പറയണം ചെയ്യണം എന്ന് പറയുമ്പോൾ എഴുതാനും ചെയ്യാനും പാടുള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു അടൂർ മുമ്പ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു തട്ടിക്കൂട്ടിയെടുത്ത പടം പോലെയായി. മാത്രമല്ല അതൊരു പുതിയ സബ്ജക്റ്റുമല്ല. നമുക്ക് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ മറ്റേ കുറുപ്പില്ലേ, ഈ കുറുപ്പിൻ്റെ കഥ, ആ കുറുപ്പായിട്ട് ബന്ധപ്പെട്ട സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പടവും രണ്ട് പ്രഗത്ഭ സംവിധായകർക്ക് വേണ്ടി ദിലീപ് നിർമ്മാതാവായി നായകനായിട്ട് അഭിനയിച്ചു. ഇത് പറഞ്ഞു വരുമ്പോൾ അതിൽ ആ രണ്ട് പേരിൽ നിന്ന് ദിലീപൻ നടനെ സംബന്ധിച്ച് വേറെ നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പറയാം, അടൂരിൻ്റെ പടത്തിൽ അഭിനയിച്ചു, ടി വി ചന്ദ്രൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളത്. പക്ഷേ ടി വി ചന്ദ്രൻ്റെ പടം നല്ല സിനിമയായിരുന്നു എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല.